ത്രിയേക ദൈവത്തിന് സ്തുതി. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ്. യേശു രക്ഷകന്റെ ആഗമന ലക്ഷ്യത്തെ ഹൃദ്യമായി അവതരിപ്പിച്ചിരിക്കുന്ന വേദഭാഗമാണ് ഇത്. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. വാക്യം 9, 10, 11, 12. ഇരുണ്ടുപോയ കാലത്തെ പ്രകാശത്തിൻ്റെ വേഷമണിയിപ്പിച്ച ജനനം എന്നതാണ് ഈ വരികൾ തരുന്ന സൂചന. യേശു രക്ഷകൻ വന്ന് ജനിച്ച കാലം ഔഗസ്തോസ് കൈസർ റോമ സാമ്രാജ്യം ഭരിക്കുന്ന കാലമാണ്. കുറേനിയോസ് സുറിയ നാട് ഭരിക്കുന്നു. ഹേരോദാവ് യഹൂദ്യ മലനാട്ടിൽ ഭരണം നടത്തുന്നു. ചരിത്രത്തിൻ്റെ നാളുകളിൽ അതൊരു ഇരുൾ മൂടിയ കാലമാണ്. മനുഷ്യ മനസ്സിൽ അന്ധകാരം കൊടികുത്തി വാഴുന്ന കാലവുമാണത്. ചുരുക്കത്തിൽ സന്തോഷവും പ്രത്യാശയും സ്നേഹവുമൊക്കെ പടിയിറങ്ങിപ്പോയ കാലം. പക്ഷേ ആ ഇരുണ്ട കാലത്തെ പ്രകാശമണിയിപ്പിച്ച ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഓർമ്മയാണ് ക്രിസ്മസ്. ഏതു കാലത്തും അങ്ങനെയാണ്. എത്ര കൊടും കൂരിരുട്ടിലായി പോയാലും ദൈവം നമുക്കെപ്പോഴും ഒരു നക്ഷത്ര വെളിച്ചം ഒരുക്കി വെച്ചിട്ടുണ്ടാകും എന്നത് ഉറപ്പാണ്. കൊടിയ അന്ധകാരത്തിൻ്റെ നടുവിൽ ആടുകളുമായി പുറം പ്രദേശങ്ങളിൽ പാർത്ത ആട്ടിടയർക്ക് യേശുവിൻ്റെ അരികിലെത്താൻ അവരുടെ ചുറ്റിലും ഉള്ളിലും ദൈവ തേജസ് നൽകി നടത്തിയ ദൈവമുണ്ടല്ലോ. വിദ്വാൻമാർക്കോ ആകാശത്തൊരു നക്ഷത്ര വെളിച്ചത്തെ ഒരുക്കി വെച്ച ദൈവമുണ്ട്. മാത്രവുമല്ല, ഭയങ്കരമായ മരുഭൂമി അനുഭവങ്ങളിൽ നടന്നു പോകുന്നവർക്ക് മേഘസ്തംഭവും അഗ്നിസ്തംഭവുമായി ഒപ്പം നിന്ന് പ്രകാശമൊരുക്കിയ ദൈവമുണ്ട്. ഒരുപക്ഷെ ഇരുട്ടനുഭവങ്ങളിൽ പെട്ടല്ലോ എന്ന് വിചാരിക്കുന്നവർ ഓർക്കുക, അബ്രഹാമിന് ആട്ടിൻ കൊച്ചനെ ഒരുക്കാമെങ്കിൽ, ഹാഗാറിന് ഒരു നീരുറവ ഒരുക്കാമെങ്കിൽ, നമുക്കും അവൻ ഒരു പ്രകാശഗോപുരം പണിതുകൊണ്ടിരിക്കുകയാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതവനായവൻ്റെ തേജസ്സായി കണ്ടു. വാക്യം 14. കൃപയുടെയും സത്യത്തിൻ്റെയും തിരുനാളം കൊളുത്തിയ ജനനം എന്നുള്ളതാണ് ഈ വരി തരുന്ന ഒരു ചിന്ത. വചനം ജഡം ധരിച്ചാൽ, അഥവാ വചനവുമായി അടുപ്പം പാലിച്ച് ജീവിക്കുന്നവരുടെ അടയാളം കൃപയും സത്യവും നൽകുന്ന തേജസ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് യേശുവിൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് കിട്ടുന്നുമുണ്ട്. വചനത്തോട് അടുപ്പമുള്ളവർക്ക് മാത്രമേ മനുഷ്യരോട് അടുത്ത് നടക്കാൻ കഴിയൂ എന്നത് ആർക്കാണ് അറിയാത്തത്? മനുഷ്യനോട് കൂടെ നടക്കാൻ ആഗ്രഹിച്ച് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ പോലും ഒരു നക്ഷത്ര ദൂരത്തിൽ പ്രതിഷ്ഠിക്കുന്ന രീതി ഇന്ന് പൊതുവെ കണ്ടുവരുന്നു എന്നത് ശരിയാണ്. വചനം തരുന്ന പ്രേരണയെയും നിർബന്ധങ്ങളെയും അവഗണിച്ച് മറ്റു പല പ്രേരണകൾക്കും പിന്നാലെ പായുന്നുവെങ്കിൽ നമുക്കായി മണ്ണിൽ വന്ന് പിറവിയെടുത്ത യേശുവിൻ്റെ ആഗമന ഉദ്ദേശം പാഴാകുന്നു എന്നുള്ളതാണ് വാസ്തവം. നമ്മോടൊപ്പവും നമ്മുടെ ഇടയിലും പാർക്കുന്ന ദൈവത്തോടൊപ്പം പാർക്കുവാൻ തക്ക കൃപയും സത്യവും നമ്മിൽ നിന്ന് കൈമോശം വന്നിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മിലെ ദൈവബോധത്തെ വീണ്ടും വീണ്ടെടുത്ത് തേജസ്സുള്ളവരായി മാറണം എന്നുള്ളതാണ് ഈ ധ്യാനത്തിൻ്റെ മറ്റൊരു പാഠം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല.
പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വാക്യം 17-18. ഓരോ പിറവിയുടെയും അർത്ഥം വെളിപ്പെടുത്തി തന്ന ജനനം എന്ന് ചിന്തിക്കുകയാണ്. ഈ ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരാളുടെയും ജീവിത നിയോഗം ദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ്. ന്യായപ്രമാണത്തിൻ്റെ കാലത്താണ് യേശുവിൻ്റെ ജനനവും ജീവിതവും. എന്ന് വെച്ചാൽ കണ്ണിന് പകരം കണ്ണ് എന്ന ശൈലി നിലനിൽക്കുന്ന കാലം. എന്നാലോ ഒരു കാതം ഒപ്പം നടക്കാൻ ആവശ്യപ്പെട്ടാൽ 2 കാതം ഒപ്പം നടക്കണമെന്ന് ഉരച്ച കർത്താവിൻ്റെ മുഖം കൃപയുടേതായിരുന്നു. കൂനിപ്പോയ ആ സ്ത്രീയെ നിവർത്തി നിർത്താനും കുളക്കരയിൽ ഈ ജീവിതം അവസാനിക്കും എന്ന് വിചാരിച്ച് കിടന്നവൻ്റെ അരികിൽ ചെന്ന് അവനോട് കൃപ പ്രകടിപ്പിച്ചും ചുങ്കക്കാരോടും പാപിനികൾ എന്ന് പറയപ്പെട്ടവരോടും കൃപ കാട്ടിയും കുടിക്കാൻ ഇത്തിരി വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ പറ്റില്ല, നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയക്കാരത്തിയാണ് എന്ന് ന്യായപ്രമാണത്തെ ഓർമ്മിപ്പിച്ച ആ സ്ത്രീക്ക് വെറും വെള്ളത്തിന് പകരം ജീവന്റെ ജലം സമ്മാനിച്ച ആ കർത്താവിൻ്റെ കൃപയുടെ അപാരതയെ നാം ഓർക്കുകയാണ്. യേശു കർത്താവും പ്രമാണത്തിനനുസരിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ എന്ന് വന്നാൽ എങ്ങനെയായിരുന്നു നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ ചില പ്രമാണങ്ങളെ വിട്ട് കർത്താവിൻ്റെ കൃപ പ്രകടിപ്പിച്ച് ജീവിക്കുകയാണ് ദൈവഹിതം എന്ന് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. യേശു ഈ ലോകത്തിൽ വന്ന് പിറന്നത് ആരും കാണാത്ത ആ പിതാവാം ദൈവത്തെ വെളിപ്പെടുത്താനായിരുന്നു എങ്കിൽ ലോകത്തിൽ ജനിച്ച് ജീവിക്കുന്ന ഏതൊരാൾക്കുമുള്ള നിയോഗവും അതുതന്നെയാണ്. ദൈവത്തെ വെളിപ്പെടുത്താനായി ജീവിതം സമർപ്പിച്ചവർ നമ്മുടെ തലമുറയിലും ഒരുപാട് പേരുണ്ട് എന്നത് സന്തോഷകരമാണ്. ത്യാഗപൂർവം കൂടെ നിൽക്കുന്നവർ, ആശ്രയമില്ലാത്തവർക്കും ഒറ്റപ്പെട്ടവർക്കും കാവൽ കണ്ണുമായി ഒപ്പം നിൽക്കുന്നവർ നമ്മുടെ തലമുറയിലും ധാരാളം പേരുണ്ട്. ആ നിയോഗത്തെ മറന്നൊരു ജീവിതം നമുക്ക് അരുത്. വേദനിക്കുന്ന ഹൃദയവുമായി ദുഃഖത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ നടക്കുന്നവർക്കും യാതനയും വേദനയും നിറഞ്ഞ പരിസരങ്ങളിൽ അർഹമായ സ്വാന്തനത്തിൻ്റെ ശബ്ദവുമായി ദൈവമുഖത്തെ വെളിപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ജീവിത രീതിയെ മനഃപൂർവ്വം സ്വന്തമാക്കാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.